കെ മുരളീധരന്റെ റോഡ് ഷോ ഇതാ DCC-യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവേശോജ്വലമായ റോഡ് ഷോയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മുരളിയുടെ എങ്ങനെയുണ്ട് സ്വീകരണം? വളരെ ആവേശകരമായ സ്വീകരണമാണ് കിട്ടുക. ഇത് വളരെ ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ ഇവിടെ ജയിക്കും. വലിയൊരു സന്ദേശമാണല്ലോ അത്. തീർച്ചയായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾക്ക് 100% വിജയം ഉണ്ടാവും. അതേസമയം തന്നെ കെ കരുണാകരന്റെ ലെഗസിയെ കുറിച്ചാണ് BJP പറയുന്നത്. അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നാണ് പറയുന്നത്. എന്താ ഇതിനുള്ള പ്രതികരണം? BJP-ക്കാർക്ക് ഇത് പറയാൻ നാണില്ലാതെ വയ്ക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ 1-ാം തീയതി തൊഴുകാൻ വന്ന കെ കരുണാകരനെ നിലയ്ക്കലൊരു കുരിശ് കണ്ടു എന്നുള്ളതിന്റെ പേരിൽ അമ്പലത്തിൽ തടഞ്ഞവരാണ് ഇവർ. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അന്നേ കെ കരുണാകരന്റെ ശത്രുക്കളാണ് BJP-ക്കാർ. അവരിന്ന് പുതിയ വേഷം കെട്ടി വരണ്ട. ഈ മണ്ണ് ചെലവാകില്ല. അതേപോലെ തന്നെ വടകരയിൽ കോലീബി സഖ്യമെന്നാണ് ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? വടകരയിലെ BJP CPM സഖ്യത്തിന്റെ ഉദാഹരണമാണ് ദുർബലനായ BJP സ്ഥാനാർത്ഥി. അതിനെ ഷാഫിയിലൂടെ ഞങ്ങൾ മറുപടി കൊടുക്കും. ആത്മവിശ്വാസത്തോടെ തുടങ്ങാം. ആത്മവിശ്വാസത്തോടെ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്. കെ മുരളീധരൻ സാധിച്ചിട്ടുണ്ട്. ഇത് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഒപ്പം തന്നെ BJP-ക്കും ഇടതുപക്ഷത്തിനും വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.